ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചതാണ് എത്രയാണ് ഫീ വരുന്നത് ഓരോ കോഴ്സിനും, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ, അതായത് 2024 ഡിപ്ലോമ കോഴ്സസിന്റെ ഗവൺമെന്റിന്റെയും സെൽഫ് ഫിനാൻസിങ് കോളേജസിന്റെയും ഫീ സ്ട്രക്ചർ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനോടൊപ്പം 2025 റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന സീറ്റ് എത്രയുണ്ട് 2025 എന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ടാകും. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് പോകാതെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാട്ടോ. അപ്പൊ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സ്ക്രീനിൽ ഉള്ളതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജിയിൽ ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫീയിൽ 7240 രൂപയും സെൽഫ് ഫിനാൻസിങ് കോളേജ് ഫീ ആയിട്ട് 27,500 ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ജനറൽ കാറ്റഗറിയിൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ 702.40 സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 10,000 റുപ്പീസും ആണ് വന്നിരിക്കുന്നത്. SC/ST കാറ്റഗറി, OEC കാറ്റഗറിയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കോഴ്സസിനും 100 റുപ്പീസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഏകദേശം 2 കോഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഈ രീതിയിലുള്ള ഒരു ഫീ സ്ട്രക്ചർ ആണ് കാണിക്കുന്നത്. ഡിപ്ലോമ ഇൻ ഡെന്റൽ, ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻസിനും എല്ലാം ഈ റേറ്റ് തന്നെയാണ് കാണിക്കുന്നത്. എന്നാൽ ഡിപ്ലോമ ഇൻ ഫാർമസിക്കും ഡിപ്ലോമ ഇൻ ഡെന്റൽ ഹൈജീനിസ്റ്റിനും ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ 3 ഉണ്ട് കേട്ടോ. 3 കോളേജസിനും ഡിഫറെന്റ് ഫീ സ്ട്രക്ചർ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതേ റേഞ്ച് ആയിരിക്കും 2025 ഫീ സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഫീസ് എല്ലാം റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഉറപ്പായിട്ടും ഉള്ള കറക്റ്റ് ഫീസ് അല്ല. ഉറപ്പായിട്ടും ഈ ഫീസിനേക്കാളും കൂടുതലായിരിക്കും 2025 വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2025 സീറ്റ് റിസർവേഷന്റെ കാര്യങ്ങൾ നോക്കാം. കാറ്റഗറി, അതായത് സ്റ്റേറ്റ് മെറിറ്റിൽ SM കാറ്റഗറിയിൽ വരുന്നവർക്ക് 50% റിസർവേഷൻ വരുന്നത്, സീറ്റ് റിസർവേഷൻ വരുന്നത്. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യമാണ് കേട്ടോ ഈ പറഞ്ഞിരിക്കുന്നത്. ഫോർവേഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ബിലോങ്ങിങ് ടു EWS കാറ്റഗറിക്ക് 10% സീറ്റ് റിസർവേഷൻ വരുന്നുണ്ട്. ദെൻ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസിലുള്ള SC/BC കാറ്റഗറിക്ക് 30% റിസർവേഷൻ ആണ് വരുന്നത്. ഈ റിസർവേഷനിലെല്ലാം നമ്മളെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കണം എന്നത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ SEBC കാറ്റഗറിയിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഈഴവ, മുസ്ലിം, അതർ ബാക്ക്വേർഡ് ഹിന്ദു, ലാറ്റിൻ കത്തോലിക്, ധീവര, വിശ്വകർമ്മ, കുശവൻ, കുടുംബി, അങ്ങനെയുള്ള ബാക്ക്വേർഡ് ക്രിസ്ത്യൻസ്, ആ കാറ്റഗറി എല്ലാം ഇതിലാണ് ഉൾപ്പെടുന്നത്. കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതായിട്ട് പോലും സീറ്റ് റിസർവേഷന് ഡിഫറൻസ് ഉണ്ട്. ഈഴവയ്ക്ക് 9% ആണ് റിസർവേഷൻ വരുന്നത്, മുസ്ലിമിന് 8%. ദെൻ അതർ ബാക്ക്വേർഡ് ഹിന്ദു, ലാറ്റിൻ കത്തോലിക്, ഇവയ്ക്ക് 2 പേർക്കും 3% സീറ്റ് റിസർവേഷൻ ആണ് വരുന്നത്. ദെൻ ധീവര, വിശ്വകർമ്മ, ഇവർക്ക് 2 പേർക്കും 2% ആണ് വരുന്നത്. ദെൻ കുശവൻ, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, കുടുംബി, ഇവർക്ക് 3 പേർക്കും 1% വീതമാണ് റിസർവേഷൻ വരുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബിന് ടോട്ടൽ 10% ആണ് വരുന്നത്. അതിൽ SC കാൻഡിഡേറ്റ്സിനാണ് 8% വരുന്നത്. ദെൻ ST കാൻഡിഡേറ്റ്സിന് 2% ആണ് കേട്ടോ വരുന്നത്. ഇതെല്ലാം ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പെർസെൻറ്റേജസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റേറ്റ് മെറിറ്റ് ആൻഡ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നോക്കാം. സ്റ്റേറ്റ് മെറിറ്റിൽ 60% ആണ് വരുന്നത്. ദെൻ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസിൽ 30%. അതിലും ഇതുപോലെ താഴെ കാറ്റഗറീസ് ഉണ്ട്. ഈഴവ, മുസ്ലിം, അതർ ബാക്ക്വേർഡ് ഹിന്ദു, ലാറ്റിൻ കത്തോലിക്, ധീവര, വിശ്വകർമ്മ, കുശവൻ, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, കുടുംബി, ഇവയ്ക്കെല്ലാം 9%, 8%, 3%, 2%, 1%, ആ രീതിയിലുള്ള സെയിം പെർസെൻറ്റേജസ് തന്നെയാണ് വരുന്നത്. ദെൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സിന് ടോട്ടലായിട്ട് 10% ആണ് വരുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റിന് 8%, ഷെഡ്യൂൾഡ് ട്രൈബിന് 2%. ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ വിശദമായിട്ട് നമുക്ക് കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പല കുട്ടികളും വന്ന് ഇന്ന ശതമാനം മാർക്കിന് എനിക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് പറയാനുള്ളത് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 2024 വെച്ച് കമ്പയർ ചെയ്യുക. മാർക്കിന്റെ രീതിയിൽ, അതായത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് വെച്ച് കമ്പയർ ചെയ്യുക. നമ്മൾ ഓൾറെഡി തന്നെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ റാങ്ക് ലിസ്റ്റ് പ്രഡിക്ഷൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് ചെന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജസിൽ കിട്ടുമോ പാരാമെഡിക്കലിന് എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കാട്ടോ.
പലരും ചോദിക്കുന്നുണ്ട് റാങ്ക് ലിസ്റ്റ് എപ്പോൾ വരും. റാങ്ക് ലിസ്റ്റ് വരാൻ ഡിലേ ആകും. റാങ്ക് ലിസ്റ്റ് എപ്പോഴാണോ വരുന്നത് അപ്പൊ തന്നെ നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഓൾ എന്ന ഓപ്ഷൻസ് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ LBS ബേസ്ഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ നിങ്ങൾ ആരെയാണ് ഈ LBSന്റെ പരമായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ സ്വൈപ്പ് ചെയ്ത് കളയരുത്. കാരണം ഇപ്പോൾ യൂട്യൂബിന്റെ അപ്ഡേറ്റ് അനുസരിച്ച് നിങ്ങൾ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് ജസ്റ്റ് ഓപ്പൺ ആക്കാതെ സ്വൈപ്പ് ചെയ്ത് കളയുവാണ് എന്നുണ്ടെങ്കിൽ യൂട്യൂബ് പിന്നീട് ആ ചാനലിലെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് തരികയില്ലാതെ വരുന്നുണ്ട്. കാരണം പല കുട്ടികളും പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, 2 ദിവസം മുന്നേ ചേച്ചി ഇട്ട വീഡിയോസ് ഒന്നും നോട്ടിഫിക്കേഷൻ വന്നില്ല, അതുകൊണ്ട് ഇന്നലെ ഞാൻ ഇട്ട പല വീഡിയോസിന്റെയും താഴെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ലായിരുന്നല്ലോ, എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ല. അപ്പൊ നിങ്ങൾ ആ സമയത്തുള്ളത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യെങ്കിലും നോക്കുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് യൂട്യൂബ് ഹിസ്റ്ററിയിൽ നിന്ന് പിന്നീട് എടുത്ത് സമയമുള്ളപ്പോൾ കണ്ടാലും മതി. പക്ഷേ സ്വൈപ്പ് ചെയ്ത് കളയരുത് കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള LBS അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.